വളരെ പ്രശസ്തിയായ ഗായകനും അതിലുപരി നായകനും പെൺകുട്ടികൾക്കിടയിൽ തരംഗമായി മാറിയ ഒരു വ്യക്തി പെട്ടെന്ന് സാധാരണക്കാരിയായ ഒരു സ്കൂൾ പെൺകുട്ടിയെ പ്രണയിച്ചാലോ? അത്തരത്തിലൊരു കഥ പറയുന്ന മൂവിയാണ് 2020 പുറത്തിറങ്ങിയ ഒരു ജാപ്പനീസ് മൂവിയായ കിസ് മീ അറ്റ് ദി സ്ട്രോക്ക് ഓഫ് മിഡ്നൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്തമായൊരു പ്രണയകഥയാണ്. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളിൽ ചിലർ കൂട്ടം കൂടി നിന്ന് തങ്ങളുടെ ഫോണിൽ ഒരു ആക്ടറിന്റെ വീഡിയോ കാണുകയാണ്. അപ്പോഴാണ് സിനിമയിലെ നായികയായ ഹാന എന്ന പെൺകുട്ടിയെ കാണിക്കുന്നത്. അവൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ മറ്റൊരു സ്ഥലത്തിരുന്ന് പഠിക്കുന്നു. ഇവളിങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് കണ്ടിട്ട് ഇവളുടെ ഫ്രണ്ട് വന്നിട്ട്, നീ എന്താ ഇങ്ങനെ ഒരു മൈൻഡ് ഇല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് ആ ഗായകനെ ഇഷ്ടമല്ലേ? ഹാന അതൊന്നും കാര്യമാക്കാത്തത് പോലെ ഏത് എനിക്കറിയില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതും അവളുടെ ഫ്രണ്ടായ സു ഈ നടനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഹാനയോട് പറഞ്ഞു കേൾപ്പിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഇദ്ദേഹം ഒരു ഗായകനായിരുന്നു. എന്നാൽ പിന്നീട് ഇദ്ദേഹം ആക്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലേക്ക് കയറി വരികയായിരുന്നു. ഇയാളെ ഇഷ്ടപ്പെടാത്തതായി ഈ ലോകത്ത് ഒരു പെൺകുട്ടി പോലും ഉണ്ടാകില്ല. എന്നാൽ ഹാനയ്ക്ക് ഇതൊന്നും തീരെ പിടിക്കുന്നില്ല. അവൾ ഇത് അലക്ഷ്യമായ ഒരു കാര്യമാക്കി മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ സമയത്ത് ഹാനയുടെ കുട്ടിക്കാലം മുതലുള്ള ഒരു കൂട്ടുകാരൻ അവിടേക്ക് വന്നിട്ട്, നീ ഇതൊന്നും ഹാനയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൾക്ക് സിനിമയോടോ നായകന്മാരോടോ ഒന്നും ഒരു പാഷനുമില്ല എന്ന് സുവിനോട് പറയുന്നു. ഇത് കേട്ടിട്ട് സു ഹാനയുടെ ചെവിക്കരികിൽ പോയിട്ട്, നീ ഇങ്ങനെ പഠിത്തം കൊണ്ടിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് ഹാന ഒന്ന് പുഞ്ചിരിക്കുന്നു. സത്യത്തിൽ ഹാനയ്ക്ക് ഇപ്പോഴും പഠിത്തം തന്നെയാണ് കേട്ടോ. നല്ല യൂണിവേഴ്സിറ്റിയിൽ നന്നായി പഠിച്ച് അഡ്മിഷൻ എടുക്കണം എന്ന ഒറ്റ ലക്ഷ്യമേ ഹാനയ്ക്കുള്ളൂ. അടുത്ത സീനിൽ ഹാനയുടെ ഓരോ ദിനചര്യകളെ കുറിച്ചാണ് കാണിക്കുന്നത്. ഹാനയുടെ അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു റെസ്റ്റോറന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ രാവിലെ തന്നെ ജോലിക്ക് പോകും. ദിവസവും രാവിലെ എണീക്കുന്ന ഹാന വ്യായാമമൊക്കെ ചെയ്ത് റെഡിയായി അവളുടെ അനുജത്തിയും കൂട്ടി ഒരുക്കി സ്കൂളിലേക്ക് അയക്കുന്നു. അത് കഴിഞ്ഞ് അവളും ക്ലാസ്സിലേക്ക് പോകുന്നു. തിരിച്ചു വരുന്ന ഹാന അനുജത്തിയെയും കൂട്ടി വീട്ടിലെത്തുകയും ഓരോരോ സിൻഡ്രല്ല കഥകൾ കുഞ്ഞനുജത്തിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. കഥ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ സിൻഡ്രല്ലയുടെ രാജകുമാരനെ പോലെ ഒരാൾ എന്നാണാവോ എനിക്കും എന്ന് ഹാന ചിന്തിച്ചു പോയി. ഈ സമയം ടിവിയിൽ ആ നായകന്റെ സോങ് വന്നു. അപ്പോൾ അവളുടെ അനുജത്തി പറഞ്ഞു, ദേ നോക്കിയേ ചേച്ചി, ടിവിയിൽ സിൻഡ്രല്ലയുടെ രാജകുമാരനേക്കാൾ എത്ര ഭംഗിയാണ് ഈ നായകനെ കാണാൻ. ഇത് കേട്ടപ്പോൾ ഹാന പെട്ടെന്ന് ടിവിയിലേക്ക് നോക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നായകനായ കെയിനെ ഹാനയ്ക്ക് ഇഷ്ടമായി. സു പറഞ്ഞപ്പോൾ ഹാന അതത്ര പരിഗണന കൊടുത്തിരുന്നില്ല. എങ്കിലും ഇപ്പോൾ ടിവിയിൽ കണ്ടപ്പോൾ ഒരുപാട് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് രാത്രി സു ഹാനയെ വിളിച്ചിട്ട് നാളെ നമ്മുടെ സ്കൂളിൽ കെയുടെ സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ് എന്ന് വിളിച്ചറിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹാനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ ആ സന്തോഷം ഒന്ന് ഹാന പുറത്ത് കാണിച്ചില്ല. അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഹാനയും സുവും ഒക്കെ സിനിമ ഷൂട്ടിംഗ് കണ്ടുകൊണ്ട് നിൽക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇതിനിടയിൽ ഹാന നടക്കുമ്പോൾ അവൾ കെയിനെ അറിയാതൊന്ന് തട്ടുന്നു. തല ഉയർത്തിപ്പിടിച്ച് നോക്കുന്ന ഹാന ഞെട്ടിപ്പോയി. കാരണം കെയുടെ ആ ഗ്ലാമർ അന്നാണല്ലോ ഹാന കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അത്ഭുതം കൊണ്ട് കെയിനെ തന്നെ നോക്കി. ഇതിനിടയിൽ കെ ഹാനയെ നോക്കി ഒന്ന് ചിരിച്ചു. ഇതും അവളെ സന്തോഷപ്പെടുത്തി. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളുടെ ബാക്കിന്റെ സൈസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന കെയിനെയാണ്. ഇത് ഹാനയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവൾ തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ അവളുടെ കാൽ തട്ടി താഴെ വീണു. ഈ ടൈം കെ അവിടെ നിന്ന് A84 ആർ യു ഓക്കെ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഹാനയ്ക്ക് കാര്യം മനസ്സിലായി. കെ അവളുടെ ബാക്ക് സൈസാണ് പറഞ്ഞത്. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് ഓടിപ്പോകുന്നു. വീട്ടിലെത്തിയിട്ടും അവൾ ആ ഉണ്ടായ സംഭവം തന്നെ ആലോചിച്ചു കൊണ്ട് കിടന്നു. എന്നിട്ട് അവൾ നീളമുള്ള ഒരു ടേപ്പ് എടുത്ത് അവളുടെ സൈസ് അളന്ന് നോക്കുന്നു. കറക്റ്റാണ് പറഞ്ഞത്, 84 തന്നെ. ആ സീൻ അവിടെ അങ്ങനെ കഴിയുന്നു. നെക്സ്റ്റ് ഡേ ഹാന ഒരു സിനിമയ്ക്ക് പോകുന്നു. എന്നാൽ ടിക്കറ്റ് എടുത്തപ്പോഴേക്കും ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് ഒരു ടോയ്സ് കടയിലേക്ക് പോകുന്നു. അവിടെ ഹാന ഒരു ഗെയിം കളിക്കുന്നു. തന്റെ അനുജത്തിക്ക് വേണ്ടി ഒരു ടോയ് എടുക്കാനുള്ള ശ്രമത്തിലാണ് ഹാന. എന്നാൽ അവളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തു. ആ സമയത്ത് അവൾ ഒരു ശബ്ദം കേൾക്കുന്നു. ആളെ കാണാനില്ല. ആ സൗണ്ടിൽ ഗെയിം കളിക്കുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതേ രീതിയിൽ തന്നെ ഹാന ഗെയിം കളിക്കുന്നതിനാൽ അവൾക്ക് ഒരു ടോയ് ലഭിക്കുന്നു. അങ്ങനെ ആ ടോയും കൊണ്ട് ഹാപ്പി ആയിട്ട് ഹാന തിരിയുമ്പോൾ മുൻപിൽ കെ ആണ്. അവനായിരുന്നു ഗെയിം കളിക്കേണ്ട രീതികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കെയിനെ കണ്ടപ്പോൾ ഉടനെ തന്നെ ഹാന പെട്ടെന്ന് അതിശയിച്ച് കെ എന്ന് ഉറക്കി പറഞ്ഞു. എന്നാൽ ആ മാളിൽ എല്ലാവരും ഇപ്പോൾ കെയുടെ അടുത്തേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ച് അവൻ പെട്ടെന്ന് ഹാനയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടി വന്ന് നിൽക്കുന്നത് നല്ല ശാന്തമായ സ്ഥലത്താണ്. ഹാനയ്ക്കാണെങ്കിൽ കെ തന്റെ കൈ പിടിച്ചതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതിനിടയിൽ കെ ഒരു ഡോൾ എടുത്തിട്ട് പെൺകുട്ടികളെ നോക്കി സൈസ് പറയാറുള്ളത് അവൻ്റെ ഒരു ഹോബിയാണെന്ന് പറയുന്നു. ഇത് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നു.
അത് കഴിഞ്ഞ് ഹാന സിനിമയ്ക്ക് പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ പോകുന്നു. ഈ സമയത്ത് അവളുടെ ഒരു ചെരുപ്പ് പൊട്ടിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതൊന്നും കാര്യമാക്കാതെ അവൾ പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു. സിനിമാ തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് ഹാന കെയെ പറ്റി ചിന്തിക്കുന്നു. ആ ടൈം തൊട്ടിപ്പുറത്തുള്ള ചേരൽ കെ ഹാനയോടായി റൊമാൻറ്റിക് മൂവീസൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹാന അല്ല എന്ന് പറയുന്നു. എന്നാൽ സ്ക്രീനിലെ സിനിമ നല്ലൊരു റൊമാൻറ്റിക് മൂവി ആയിരുന്നു. ആ കഥ കഴിഞ്ഞ് ഹാന കണ്ണീർ തുടയ്ക്കുന്നത് കാണിക്കുന്നു. എന്നിട്ട് കെയിനോടായി പറയുന്നു, എനിക്ക് റൊമാൻറ്റിക് മൂവീസ് വളരെ ഇഷ്ടമാണ്, അല്ല എന്ന് കള്ളം പറഞ്ഞതാണ്. ഇത് കേട്ട് കെ ചിരിച്ചുകൊണ്ട് ഒരു ചെരുപ്പ് ഹാനയെ അണിയിച്ച് അവിടെ നിന്ന് പോകുന്നു. ആ സീൻ അവിടെ അങ്ങനെ കഴിയുന്നു. നെക്സ്റ്റ് ഡേ കെ ഹാനയുടെ ക്ലാസ്സിൽ വരുന്നത് ഹാനയുടെ പൊട്ടിയ ചെരുപ്പ് നന്നാക്കി തിരികെ നൽകുന്നതുമൊക്കെയാണ് കാണിക്കുന്നത്. കണ്ട് ഹാനയ്ക്കും ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്കുമെല്ലാം അതിശയം തോന്നി. ഹാനയ്ക്ക് സിൻഡ്രല്ല കഥയിലേതുപോലുള്ള ഒരു രാജകുമാരനെ ആയിരുന്നു ഇഷ്ടം. അതിലെ ചെരുപ്പ് പോലെ തന്നെ ഹാനയ്ക്കും ആ ചെരുപ്പ് ഒരു അടയാളമായി തോന്നി. കെ ഹാനയ്ക്ക് സിനിമാ തിയേറ്ററിനകത്ത് വെച്ച് ഒരു ചെരുപ്പ് കൊടുത്തിരുന്നില്ലേ? ആ ചെരുപ്പ് ഹാന തിരിച്ചു നൽകുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. കാരണം അവൾക്കിപ്പോൾ അവളുടെ പൊട്ടിയ ചെരുപ്പ് നന്നാക്കി കിട്ടിയല്ലോ. ശേഷം കെ ഹാനയുടെ കയ്യിൽ അവന്റെ ഫോൺ നമ്പർ എഴുതി കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അന്ന് രാത്രി ഹാന ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ നിലവിലില്ല എന്നാണ് പറഞ്ഞത്. ഇത് കേട്ട ദേഷ്യത്തിൽ ഹാന പെട്ടെന്ന് ആ നമ്പർ മായ്ച്ചു കളയുന്നു. അടുത്ത ദിവസം ഹാനയെ കാണാനായി കെ അവളുടെ അടുത്തെത്തുന്നു. നീ എന്താ എന്നെ വിളിക്കാത്തത്? നിന്റെ കാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു എന്നെല്ലാം കെ പറയുമ്പോൾ ഹാന പെട്ടെന്ന് അവളുടെ കാൽ ലിസ്റ്റ് കാണിക്കുന്നു. അപ്പോൾ കെ പെട്ടെന്ന് അവളുടെ ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു, ഇതിന്റെ പഴയ നമ്പറാണ്, പുതിയ നമ്പർ തരാം. എന്നാൽ ഹാന ദേഷ്യത്തിൽ ഫോൺ വാങ്ങിപ്പോയി. ആ ടൈം കെ വന്ന് ഹാനയെ ഒന്ന് കിസ് ചെയ്യുന്നു. അവൾ ഞെട്ടിപ്പോകുന്നു. എന്നാൽ കെയ്ക്ക് തന്നോട് പ്രണയം ആണ് എന്നോർത്ത് അവൾ സന്തോഷിച്ചു. അങ്ങനെ ഒരു ദിവസം കെ ഹാനയെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സത്യം പറഞ്ഞ കെയുടെ ആ ആഡംബര വീടൊക്കെ കണ്ടിട്ട് ഹാന ഇങ്ങനെ അതിശയിച്ചു നിൽക്കുകയാണ്. ഇവർ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കെ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു. ഹാന അവന്റെ തലയിൽ ചെറുതായെന്ന് തടവുന്ന സമയത്ത് കെ പെട്ടെന്ന് ഉണർന്ന് അവളെ കിസ് ചെയ്യാനായി പോകുന്നു. ആ ടൈം കെയുടെ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വന്നു. അവളെ അവൻ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഹാന പോയതിനു ശേഷം അയാൾ കെയോട് കുറേയൊക്കെ സംസാരിക്കുന്നു. ഇങ്ങനെയൊരു സ്കൂൾ കുട്ടിയെ പ്രണയിക്കുന്നത് നിനക്ക് നല്ലതല്ല, അത് നിന്റെ കരിയറിന് പോലും ദോഷമായി മാറിയേക്കാം. എന്നാൽ കെയുമായുള്ള ആ നിമിഷങ്ങളൊക്കെ ഹാനയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. അവൾ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കെയുടെ മെസ്സേജ് വന്നു. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഞാൻ കുറച്ച് തിരക്കിലായതിനാൽ ഇനി ആ ദിവസങ്ങളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഹാനയുടെ ഫ്രണ്ട്സൊക്കെ ഹാനയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹാനയുടെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തായ അഖീനയ്ക്ക് ഹാനയോട് വലിയ ഇഷ്ടമാണ്. ഇതിനിടയിൽ അഖീനയുടെ അമ്മയുടെ ഷോപ്പിലേക്ക് ഹാന എത്തുന്നു. അവിടെ വെച്ച് അഖീന തൻ്റെ പ്രണയം ഹാനയെ അറിയിക്കുന്നു. എന്നാൽ ഹാന അതൊരു തമാശ പോലെയാണ് കണ്ടത്. ഈ ടൈം അഖീനയുടെ ഷോപ്പിലേക്ക് ഒരു കാൾ വരുന്നു. സിനിമാ ലൊക്കേഷനിലേക്ക് ഒരു ബൊക്കെ വേണമെന്ന്. അഖീറ ആ ബൊക്കയുമായി പറഞ്ഞു വിട്ടത് ഹാനയാണ്. ആ ബൊക്കയുമായി അവിടെ എത്തിയ ഹാന കാണുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിൽക്കുന്ന കെയാണ്. സന്തോഷം തോന്നുന്നതിന് പകരം അവൾക്ക് വിഷമമാണ് തോന്നിയത്. കാര്യം അവൻ സിനിമയ്ക്ക് വേണ്ടി മറ്റൊരു പെണ്ണിനെ കിസ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇത് വേറെ ഷൂട്ടിംഗ് ആണെന്നൊക്കെ ഹാനയും പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഹാനയും കെയും മാറി നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഐഡ കണ്ടു. അവൾക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അഖീറയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കാണിക്കുന്നത്. അഖീറ, കെ, സു, ഹാന എന്നിവർ ഒന്നിച്ചു കൂടി. അഖീറയ്ക്ക് ഹാനയോടുള്ള പ്രണയം സുവിനറിയാമായിരുന്നു. അത് അന്നേ ദിവസം തുറന്നു പറയുവാനും കൂടിയാണ് അവർ തീരുമാനിച്ചത്. എന്നാൽ അതവർ തുറന്നു പറഞ്ഞതുമില്ല. കെയ്ക്ക് അത് മനസ്സിലാകുകയും ചെയ്തു. എല്ലാവരും പോയതിനു ശേഷം കെ ഹാനയോട് അത് ചോദിക്കുന്നുണ്ടെങ്കിലും ഹാന അതൊന്നും കാര്യമാക്കുന്നില്ല. ഹാന ഇതിനിടയിൽ ഒരു ദിവസം കെയുടെ വീട്ടിലേക്ക് പോയപ്പോൾ കെ കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഷർട്ടൊന്നും ഇടാതെ നിൽക്കുന്ന കെയെ കണ്ടപ്പോൾ ഹാന പെട്ടെന്ന് കണ്ണുപൊത്തി. പിന്നീട് ഹാന തന്നെ അവന്റെ തലയൊക്കെ ഉണക്കി കൊടുക്കുന്നു. കെ തൻ്റെ വീടിൻ്റെ മറ്റൊരു കീ ഹാനയ്ക്ക് കൊടുക്കുന്നു. കെയും ഐഡയും മുൻപ് ഒരു റിലേഷനിലായിരുന്നു എന്നത് ഹാന അറിയുന്നുണ്ടെങ്കിലും അത് അവൾ കാര്യമാക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഹാന കെയുടെ വീട്ടിലേക്ക് വരുന്നു. അന്ന് അവിടെ കണ്ട കാഴ്ച ഹാനയെ ഞെട്ടിച്ചു. അവിടെ ഐഡയും കെയും കിസ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇത് കണ്ട് ഹാന വളരെ വിഷമിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇത് കണ്ട കെ പുറകെ ഓടി അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹാന അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഈ സമയം കെ ഐഡയോട് അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെടുന്നു. കെയുമായുള്ള ബന്ധം ഐഡയ്ക്ക് ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിലും അത് അവന് വേണ്ടി ഉപേക്ഷിക്കാൻ ഐഡ തയ്യാറാകുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം ഹാന വളരെ ദുഃഖിതയായി ഒരേ കിടപ്പാണ്. ഇത് സഹിക്കാനാകാതെ ഹാനയുടെ അമ്മ അഖീറയെ വിളിച്ച് അവളുടെ അവസ്ഥ പറയുന്നു. അഖീറ ഹാനയ്ക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കെയെ മറന്നു കളയാൻ പറയുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഐഡ ഹാനയെ കാണാനായി വന്നു.
ഞങ്ങളുടെ പ്രണയത്തിനിടയിൽ നീ ഇനി കയറി വരരുതെന്ന് ഹാനയോട് ഐഡ പറയുന്നു. എന്നാൽ ഹാന അവളെ അഭിനന്ദിച്ച ശേഷം ആരോടും അവൾക്ക് ദേഷ്യമില്ല എന്ന് പറയുന്നു. ഹാനയുടെ മനസ്സറിഞ്ഞ ഐഡ ഒന്ന് ചിരിച്ച ശേഷം താൻ കള്ളം പറഞ്ഞതാണെന്നും സത്യത്തിൽ ഞാനും കെയും തമ്മിൽ അങ്ങനെ യാതൊരുവിധ റിലേഷനും ഇല്ല എന്നും ഇനി അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ലെന്നും പറഞ്ഞു. അഖീറയെ കണ്ട് ഹാന അവളുടെ പ്രണയം എപ്പോഴും കെയോട് മാത്രമാണെന്നും അവനോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. ഒരു രാത്രി കെ ഹാനയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഹഗ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇവർ രണ്ടും കൂടി ഒരു പാർക്കിൽ പോയി. അവിടെ കുറെ റൈഡ്സിലൊക്കെ കയറി അടിച്ചു പൊളിക്കുന്നു. എന്നാൽ കെയും ഹാനയും തമ്മിലുള്ള ബന്ധം ന്യൂസിലൊക്കെ വളരെ വിവാദമായി. തൻ്റെ ഇഷ്ടപ്രകാരമാണ് കെയോടൊപ്പം പോയതെന്ന് ഹാന ന്യൂസിൽ പറയാൻ പോകുന്നുണ്ടെങ്കിലും അവളുടെ അമ്മ അത് തടയുന്നു. സിറ്റുവേഷൻസ് കൂടുതൽ മോശമാക്കണ്ട എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാകാം. ഹാനയുമായുള്ള എല്ലാ റിലേഷനും അവസാനിപ്പിക്കാൻ കെയുടെ അസിസ്റ്റന്റ് അവനോട് പറയുന്നുണ്ടെങ്കിലും കെ അതിന് തയ്യാറാകുന്നില്ല. അത് കഴിഞ്ഞ് ഈ അസിസ്റ്റന്റ് ഹാനയെ പോയി കാണുന്നതാണ് കാണിക്കുന്നത്. കെയുമായുള്ള ബന്ധം അവൻ്റെ കരിയർ നശിപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് പറയുന്നു. കുറെ ആലോചിച്ച ശേഷം കെയുമായുള്ള റിലേഷൻ നിർത്തിവെക്കാൻ ഹാന തീരുമാനിക്കുന്നു. കെയെ കണ്ട് അവളുടെ ആ തീരുമാനം അറിയിക്കുകയും ചെയ്തു. കെയ്ക്ക് ആ ടൈം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ പിരിയുന്നു. കെയുമായി പിരിഞ്ഞ ശേഷം ഹാന എപ്പോഴും ദുഃഖത്തിലായിരുന്നു. അഖീറ അവൾക്ക് വേണ്ടി ഒരു സപ്പോർട്ടായി നിന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം കെ അവൻ്റെ ആക്ടിങ്ങിൽ കൂടുതൽ ശ്രദ്ധിച്ചു. ഒരുപാട് അവാർഡ്സും സമ്മാനങ്ങളും ആശംസകളും എല്ലാം അവനെ തേടി വന്നു. കത്തുകൾ നോക്കുന്നതിനിടയിൽ കെയുടെ അസിസ്റ്റന്റ് ഒരു ലെറ്റർ മാറ്റിവെക്കുന്നതായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഹാന അവളുടെ പിയാനോ പഠിത്തവും തുടങ്ങി. ഒരിടെ കെ വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തു. ആ പാർട്ടിയിൽ വെച്ച് അസിസ്റ്റന്റ് ആ മാറ്റിവെച്ച ലെറ്റർ കെയ്ക്ക് നൽകി. കെ അത് നോക്കുമ്പോൾ അത് അഖീറയുടെ കത്തായിരുന്നു. കെ പെട്ടെന്ന് അവിടെ നിന്നും ഓടി കത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് അഖീറയ്ക്ക് പകരം ഹാനയാണ് കെ കാണുന്നത്. അന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹാനയ്ക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു കെ. പരസ്പരം കണ്ടുമുട്ടിയ കെയും ഹാനയും വീണ്ടും അടുക്കുന്നു. ഇനി ഹാന കാരണം കെയുടെ കരിയർ ഒരിക്കലും നശിക്കില്ല. കാരണം കെ അത്രത്തോളം വളർന്നു. കെ ഹാനയ്ക്ക് മനോഹരമായൊരു ചെരുപ്പ് സമ്മാനിക്കുന്നു. പരസ്പരം പ്രണയിച്ച് ഒന്നിച്ചു നിൽക്കുന്ന ഇവരെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്. മൂവിയിൽ ഹാനയുടെയും കെയുടെയും പ്രണയമല്ലാതെ അഖീറ എന്ന ബാല്യകാല സുഹൃത്തിൻ്റെ അളവില്ലാത്ത സ്നേഹം കൂടിയാണ് പ്രതിഫലിക്കുന്നത്. ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.